ഹല്ലേലൂയ. നമ്മുടെ വേദപുസ്തക പഠനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ പഠനത്തിൻ്റെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇന്നലെ പഠിച്ചതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. ഏറ്റവും ഒടുവിൽ നമ്മൾ പറഞ്ഞ കാര്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്, അത് ഒരു പാസീവായിട്ട് സ്വീകരിച്ച് അകത്ത് വയ്ക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ പ്രയോജനത്തിന് വേണ്ടി മാത്രമല്ല. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യം ഇതാണ്. അത് ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായിട്ട് നൽകിയിരിക്കുന്നു. അപ്പോൾ പ്രകാശനം എന്നുള്ള വാക്കാണ് നമ്മൾ ഇന്നലെ ഒടുവിലായിട്ട് പറഞ്ഞു നിർത്തിയതായ വാക്ക്, പ്രകാശനം. ഈ പ്രകാശനം എന്നുള്ള വാക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുമായിരിക്കും. അത് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ലാൻറ്റേണിന് ഉപയോഗിക്കുന്ന ഒരു വാക്കിനോട് സമാനതയുള്ള വാക്കാണ്. ലാൻറ്റേൺ അല്ലെങ്കിൽ ഒരു റാന്തൽ വിളക്കിന് തുല്യമായ, അല്ലെങ്കിൽ വിളക്ക്, ആ കാലയളവിലെ വിളക്ക്. വിളക്കിൻ്റെ ഒരു പ്രത്യേകത, അത് എപ്പോഴും പ്രകാശം നൽകുന്നുണ്ട്. അല്ലെങ്കിൽ അതിനെ വിളക്കെന്ന് വിളിക്കുന്നതിനകത്ത് അർത്ഥമില്ല. അതായത് കത്തിക്കാത്ത ഒരു വിളക്ക് കൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. അതൊരു വലിയൊരു പ്രോബ്ലമാണ്. അപ്പോൾ കത്തിക്കാത്ത വിളക്കും കൊണ്ട് പലപ്പോഴും ആൾക്കാർ നടക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഒരു സ്റ്റോറി, ഇറ്റ്സ് എ വെരി ഗുഡ് സ്റ്റോറി. അതിങ്ങനെയാണ്. അന്ധനായ ഒരു മനുഷ്യൻ ഒരു രാത്രിയിൽ ഒരു വീട്ടിൽ ചെന്നിട്ട് തിരികെ പോകാൻ നേരം അയാൾ ഒരു റാന്തൽ വിളക്ക് കത്തിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിച്ചു കൊടുത്തു. നീ തിരിച്ചു പോകുമ്പോൾ വിളക്ക് ഉപയോഗിച്ചോളാം. അപ്പോൾ ഇയാൾ ചോദിച്ചു, നീ എന്നെ മണ്ടത്തരമായി പറയുന്നത്, എനിക്ക് വിളക്ക് ഉപയോഗിക്കാൻ കൊണ്ട് എന്താ കാര്യം? ഞാൻ അന്ധനായ ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് എനിക്ക് വിളക്ക് കിട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല, എനിക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു, ഈ വിളക്ക് നിന്നെ ഉദ്ദേശിച്ചല്ല, നീ വിളക്കും കത്തിച്ചുകൊണ്ട് പോകുമ്പോൾ മറ്റുള്ളവർക്ക് നിന്നെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് നിന്നെ വന്നിരിക്കത്തില്ലേ? അപ്പോൾ അയാൾക്കത് വളരെ പോസിറ്റീവായിട്ട് തോന്നി. അതൊരു ഒരു ഫാക്റ്റാണല്ലോ. കാര്യം, കണ്ണ് കാണാൻ വയ്യാത്ത എനിക്ക് ചിലപ്പം രാത്രിയിലും നടന്നു പോകാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കും, പക്ഷേ കണ്ണ് കാണാവുന്നവർക്ക് രാത്രി നടന്നു പോകാനുള്ള കഴിവില്ലാത്തവരാണ്. അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്തു? ഈ വിളക്ക് കത്തിച്ചുകൊണ്ട് വഴിയിലൂടെ നടന്നു. ഈ വിളക്കിൻ്റെ വെളിച്ചം അയാൾ കാണുന്നില്ല, പക്ഷേ ഈ വിളക്ക് കത്തിച്ചുകൊണ്ട് ഇയാളിങ്ങനെ വഴിയിലൂടെ നടന്നു പോകുകയാണ്. അങ്ങനെ വഴിയിലൂടെ ഈ വിളക്ക് കത്തിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ ഒരാൾ ഇയാളെ വന്നിടിച്ചു. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര ദേഷ്യം വന്നു. തനിക്ക് എന്താണോ കണ്ണ് കാണത്തില്ലേ? എന്നാ പറഞ്ഞു, എനിക്ക് കണ്ണ് കാണും, പിന്നെ താനെന്താ എന്നെ കാണാഞ്ഞ്? അത് താനിങ്ങനെ വഴി കൂടെ നടക്കുമ്പോൾ രാത്രി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാണുന്നത്? എൻ്റെ കയ്യിലുള്ള വെളിച്ചം കണ്ടില്ലേ താൻ? എന്നോട് പറഞ്ഞു, എവിടെ വെളിച്ചം? അപ്പോഴാണ് അയാൾ മനസ്സിലാക്കുന്നത്, ഇടയ്ക്ക് എവിടെയോ വെച്ച് ഈ വെളിച്ചം കെട്ടുപോയിരുന്നു. വെളിച്ചം കെട്ടുപോയ കാര്യവും ഇയാൾ അറിഞ്ഞില്ല. ഇതുപോലെ വിശ്വാസകോളത്തിൽ പലരും എന്നേ വെളിച്ചം കെട്ടവരായിട്ട് വെളിച്ചമുണ്ട് എന്ന ധാരണയോടുകൂടെ നടക്കുന്നവരുണ്ട്. പക്ഷെ ആളുകൾ അത് കാണുന്നില്ല. മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയാണ് നമ്മൾ വിളക്ക് കത്തിച്ചു വച്ചിരിക്കുന്നത്, ശരിയാണ്. പക്ഷേ വിളക്ക് കെട്ടുപോയിരിക്കുന്നു, അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഈ പ്രകാശം ലഭിക്കുന്നില്ല. ഈ സ്റ്റോറി വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം നമുക്ക് നൽകുന്നുണ്ട്. പൊതുപ്രയോജനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രകാശനം മറ്റുള്ളവർക്ക് ലഭിക്കാതെ ഇരിക്കുന്നു. മറ്റുള്ളവർക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. കാര്യം, ഈ ആത്മാവിൻ്റെ പ്രകാശനം, ആത്മാവിനെ നമ്മൾ റിസീവ് ചെയ്യുന്നതും മാനിഫെസ്റ്റ് ചെയ്യുന്നതും രണ്ടാണ്. റിസീവ് ചെയ്യുന്നത് നമ്മുടെ പേഴ്സണലായിട്ട് നമുക്കാണ് അതിൻ്റെ പ്രയോജനം മുഴുവൻ ഉണ്ടാകുന്നത്. പക്ഷേ റിസീവ് ചെയ്തിട്ട് അത് പുറത്തോട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രയോജനം ആർക്കാണ് ഉണ്ടാകുന്നത്? മറ്റുള്ളവർക്കാണ് അതിൻ്റെ പ്രയോജനം ഉണ്ടാകുന്നത്. പക്ഷേ ഇത് പുറത്തോട്ട് പോകാതെ, മാനിഫെസ്റ്റ് ചെയ്യാതെ, വെളിച്ചം പുറത്തോട്ട് പോകാതെയുള്ള ഒരു സ്റ്റേജിൽ നമ്മൾ കഴിയുന്നുവെങ്കിൽ അത് വളരെ പരിതാപകരമായ ഒരു സ്റ്റേജാണെന്ന് നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. വെളിച്ചം പ്രകാശിക്കണം, പരിശുദ്ധാത്മാവ് പ്രകാശിക്കണം, അത് റേഡിയേറ്റ് ചെയ്യണം. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, അത് നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകി വരുന്ന നദി മാത്രമല്ല, പുറത്തുനിന്ന് അകത്തേക്ക് ഒഴുകി വരിക മാത്രമല്ല, അകത്തുനിന്ന് പുറത്തേക്ക്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ പുറത്തോട്ടൊഴുകും. അടിയിൽ ഒരു ഉറവ കർത്താവ് തുറന്നു തന്നിരിക്കുകയാണ്. എത്ര പുറത്തോട്ടൊഴുകുന്നോ അത്രയും അതിലുമധികം വീണ്ടും നിറഞ്ഞുകൊണ്ടിരിക്കുന്ന നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു വ്യാപാരം നമ്മിൽ കർത്താവ് നൽകിയിരിക്കുകയാണ്. എന്നാൽ ആ വെളിച്ചം എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രകാശിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിൽ വയ്ക്കുവാൻ പാടില്ല എന്ന് നമ്മൾ കാണുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ കർത്താവ് തന്നെ ആ കാര്യത്തെക്കുറിച്ച് പറയുന്നത്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്ര വയ്ക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ആത്മാവിൻ്റെ പ്രകാശനം അല്ലെങ്കിൽ ആത്മാവിൻ്റെ സ്വീകരണം, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി മാത്രവുമല്ല. പരിശുദ്ധാത്മാവിനെ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ അത് നമുക്ക് വേണ്ടിയും പ്രകാശിപ്പിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് വേണ്ടിയുമാണ്. അതുകൊണ്ട് ഹോളി സ്പിരിറ്റ്, ദ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ അതേഴ്സ്, ഇറ്റ് ഈസ് പ്രൈമർലി ഫോർ അസ്. അത് ഒന്നാമത് നമുക്ക് വേണ്ടിയാണ്, പക്ഷെ അത് പ്രകാശിപ്പിക്കുമ്പോൾ മാത്രമാണ് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകുന്നത്. വിളക്ക് കത്തിച്ച് തണ്ടിന്മീതെ വെക്കുമ്പോഴാണ് അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നത്. ആ പ്രകാശം എനിക്കും പ്രയോജനമുണ്ട്, മറ്റുള്ളവർക്കും പ്രയോജനമുണ്ട്, എല്ലാവർക്കും. അത് പറയിൻ കീഴിൽ അല്ല വെക്കേണ്ടത്,
അപ്പോൾ അത് വീടുകളിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. ശരിക്കും ആ ഒരു വേദഭാഗം മറ്റൊരു അർത്ഥത്തിലാണ്. പക്ഷേ ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ വെളിച്ചം എപ്പോഴും പ്രകാശിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. എപ്പോഴും പ്രകാശിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത് എന്നുള്ളതും നമ്മൾ മറന്നു പോകരുത്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പിന്നെ അവൻ അവരോട് പറഞ്ഞത്, വിളക്ക് കത്തിച്ച് പടയിൻ കീഴിലോ കട്ടിൻ കീഴിലോ വെക്കാറുണ്ടോ? വിളക്ക് തണ്ടിന്മേൽ അത്രേ വെക്കുന്നത്. വെളിപ്പെടുവാനുള്ള അതല്ലാതെ ഗൂഢമായത് ഒന്നുമില്ല, വെളിച്ചത്ത് വരുവാനുള്ളതല്ലാതെ മറവായത് ഒന്നുമില്ല. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലും അല്ല വെക്കേണ്ടത്. പറയിൻ കീഴിൽ വെച്ചാൽ ആർക്കും വെളിച്ചം ഉണ്ടാകത്തില്ല. പക്ഷേ എനിക്ക് തന്നെ വേണം എന്ന് വെച്ച് കട്ടിലിൻ്റെ കീഴിലുമല്ല വിളക്ക് കത്തിച്ചു വെക്കേണ്ടത്. എപ്പോഴും എന്താണ്? ആത്മാവിൻ്റെ പ്രകാശനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ആത്മാവിൻ്റെ പ്രകാശം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. ഇറ്റ് ഈസ് ഗിവൺ. അത് നമുക്ക് നൽകിയിരിക്കുകയാണ്. നൽകിയത് ഒരു ഗിഫ്റ്റായിട്ടാണ്, അല്ലാതെ റിവാർഡ് എന്ന നിലയിലല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം. നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കർത്താവ് നൽകിയത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്ന് പറയുമ്പോൾ ദ പേഴ്സൺ ഹോളി സ്പിരിറ്റ് ആൻഡ് ദ ഗിഫ്റ്റ് ഹോളി സ്പിരിറ്റ്. തൃത്വത്തിലെ പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്, അത് വ്യക്തി എന്ന നിലയിൽ. പക്ഷേ പരിശുദ്ധാത്മാവാകുന്ന ദാനത്തെയും വേദവസം പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവെന്നാണ്. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹോളി സ്പിരിറ്റ് ഈസ് ദ ഗിവർ ആൻഡ് ദ ഗിഫ്റ്റ് ഓൾസോ ഈസ് കോൾഡ് ഹോളി സ്പിരിറ്റ്. രണ്ടും ഒന്നല്ല, പക്ഷേ രണ്ടിനെയും വിളിക്കുന്നത് ഒരേ കാര്യമാണ്. കൺഫ്യൂഷൻ ഉണ്ടാകരുത്. പലപ്പോഴും ഇതിനെ രണ്ടിനെയും നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന വ്യക്തി, തൃത്വത്തിലെ അതിൻ്റെ ഭാഗമായ പരിശുദ്ധാത്മാവ്, ദ പേഴ്സൺ ഹോളി സ്പിരിറ്റ്, ആ ദൈവം ഈസ് ഗാഡ്, അത് ദൈവമാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. അല്ലാതെ ദൈവത്തിൻ്റെ ഒരു ഏജന്റ് എന്നുള്ള നിലയിൽ മാത്രമല്ല നമ്മൾ പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കേണ്ടത്. ഈസ് ഗാഡ്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് ദാനങ്ങളെ നൽകുന്നത്. ആത്മാവ് പകുത്തു കൊടുക്കുന്നു. പക്ഷേ കിട്ടുന്ന ഗിഫ്റ്റിനെ കുറിച്ചും പറയുന്നത് എന്താണ്? ഹോളി സ്പിരിറ്റ് എന്നാണ്. സോ ദ ന്യൂമാ ഹാഗിയോസ് ഈസ് ദ പേഴ്സൺ ഹൂ ഈസ് ഗിവിംഗ് ദ സ്പിരിറ്റ് ആൻഡ് വാട്ട് ഹി ഗിവ്സ് ഇറ്റ് ഈസ് ഓൾസോ പരിശുദ്ധാത്മാവ് തന്നെയാണ്, ന്യൂമാ ഹാഗിയോസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്നതായ പരിശുദ്ധാത്മാവ് എന്ന ദാനം നമ്മളുടെ വിശുദ്ധിക്ക് ദൈവം നൽകിയ ഒരു റിവാർഡല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമുക്കൊരു വലിയൊരു ചിന്തയുണ്ട്, നമ്മൾ വിശുദ്ധരായ ആളുകളാണ് പരിശുദ്ധാത്മശാനം പ്രാപിക്കുന്നത്, അതുകൊണ്ട് പരിശുദ്ധാത്മശാനം പ്രാപിച്ച് അന്യഭാഷകൾ സംസാരിക്കുന്നതൊക്കെ വിശുദ്ധിയുടെ ഒരു മാനദണ്ഡമായിട്ട് ആളുകൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല വേദവസം പഠിപ്പിക്കുന്നത്. വിശുദ്ധിക്കുള്ള ഒരു പ്രതിഫലം എന്ന നിലയിലല്ല, വിശുദ്ധ ജീവിതം ജീവിക്കാനുള്ള ഒരു ഉപാധി എന്ന നിലയിലാണ് കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ റിവാർഡ് ഫോർ യുവർ ഹോളി ലിവിങ്, ബട്ട് ഇറ്റ് ഈസ് ഗിവൺ ടു യു സോ ദാറ്റ് യു ലിവ് എ ഹോളി ലൈഫ്. ഇത് പരിശുദ്ധിക്കുള്ള ഒരു അടയാളമായിട്ടല്ല. അതുകൊണ്ടാണ് വിശുദ്ധമായ ജീവിതം ജീവിക്കാത്തവരും പലപ്പോഴും അന്യഭാഷ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ഒരുമിച്ച് പോകുന്നത്? ഇല്ലേ? എപ്പോഴും ആളുകൾ ചോദിക്കുന്ന ചോദ്യം, അവളങ്ങോട്ട് വന്നിരുന്നാൽ ഉടനെ തന്നെ തലയിൽ അങ്ങോട്ട് തുണി ഇടുന്നതും കാണാം, അന്യഭാഷ പറയുന്നതും കേൾക്കാം, പക്ഷേ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വേറെ മറുഭാഷയാണ് പറയുന്നത്. ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ഒരുമിച്ച് പോകുന്നത്? എപ്പോഴും ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകരുത് എന്നുള്ളത് സത്യമാണ്. പക്ഷേ പോകരുത് എന്ന് പറയുന്നത് സത്യമാകുന്നത് പോലെ ചിലപ്പോഴൊക്കെ ഇതൊക്കെ ഒരുമിച്ച് പോകുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാകും. അതുകൊണ്ട് ഒരാൾ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിശുദ്ധിക്കുള്ള ഒരു പ്രതിഫലമായിട്ട് ചിന്തിക്കരുത്. ഈ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് ഒത്തിരി പ്രോബ്ലം ഉണ്ട്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധിയിലേക്ക് വരാനുള്ള അല്ലെങ്കിൽ വിശുദ്ധ ജീവിതത്തിൽ മുന്നേറുവാനുള്ള നമ്മുടെ എല്ലാ ആഗ്രഹത്തെയും കെടുത്തിക്കളയുന്നതായി പറ്റിയിട്ടുണ്ട് പല സമയത്തും. ഈ പരിശുദ്ധാത്മാ നിറവിൻ്റെ അടയാളമായി നമ്മൾ പറയുന്ന അന്യഭാഷയ്ക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന അമിതമായ പ്രാധാന്യം. ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യത്തിനും അമിതമായ പ്രാധാന്യം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പം ഞാനൊരിക്കലും പി ജി ഓറീസുമായിട്ട് 1982 ഞങ്ങൾ സംസാരിച്ചപ്പോഴത്തേക്ക് പി ജി ഓറീസിനോട് ചോദിച്ചു, സാജു, ഈ പെന്തിക്കോസുകാർ പൊതുവേ അവരെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി, അവർ അന്യഭാഷയും പറയും, മോശമായ ജീവിതം ജീവിക്കും, ഇതൊക്കെയാണല്ലോ. എന്തുകൊണ്ടാണ് അന്യഭാഷ പറയുന്ന ഒരാൾ തന്നെ വീണ്ടും മോശമായ ജീവിതം ജീവിക്കാൻ അവർക്ക് എങ്ങനെയാണ് കഴിയുന്നത്? അപ്പം ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞ പാസ്റ്ററിനെ എന്നാൽ അദ്ദേഹം എന്നോട് പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ ഒരു വലിയ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വേറെ എന്തോ സംഭവിച്ചാലും പേടിയില്ല, പക്ഷേ നമ്മുടെ അന്യഭാഷ പോകുന്നത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പാപം സംഭവിച്ചാൽ നമ്മുടെ അടുത്ത ആവലാതിയും വേവലാതിയും എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അന്യഭാഷ പോയോ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പാപം ചെയ്തേച്ച് നമ്മൾ സഭായോഗത്തിന് വന്നിരുന്ന് ആരാധിക്കുമ്പോൾ എല്ലാവരും അന്യഭാഷ പറയുമ്പോൾ ഞാനും ഒന്ന് പരിശ്രമിച്ച് നോക്കും, എനിക്ക് അന്യഭാഷ പോയോ ഇല്ലയോ എന്ന്. അന്നേരം നമുക്ക് എങ്ങനെയെങ്കിലും 2-3 വാക്കുകൾ അന്യഭാഷ പറയാൻ പറ്റിയാൽ നമ്മൾ
കുഴപ്പമില്ല, എൻ്റെ അന്യഭാഷ പോയില്ല. അന്യഭാഷ പോയില്ലെന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ഉപബോധ മനസ്സിൽ നമുക്കുണ്ടാകുന്ന ഒരു ചിന്ത ഉണ്ടെന്നറിയാമോ? അപ്പം ഞാൻ ചെയ്തത് അത്ര വലിയ കുഴപ്പമുള്ള കാര്യമല്ല. കാര്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എന്താണ്, വിശുദ്ധ ജീവിതം ജീവിച്ചില്ലെങ്കിൽ അന്യഭാഷ പോകുമെന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. പക്ഷെ അത് പോകാതെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കും, എന്നാ കുഴപ്പമില്ലല്ലോ, ഇനിയിപ്പം പിന്നെ അവർക്ക് ആ പാപം ചെയ്യാൻ ഒരു മടിയുമില്ല. പിന്നെ ആ പാപം അവർ ചെയ്തുകൊണ്ടിരിക്കും, പിന്നെ വന്ന് അന്യഭാഷ പറയും. കുറച്ച് കഴിയുമ്പോൾ ഇതല്ലാതെ വേറൊരു രീതിയിലുള്ള പാപം ചെയ്താൽ അപ്പോഴും അവരുടെ പേടി, ഇന്നളത്തെ പാപം ചെയ്തിട്ട് അന്യഭാഷ പോയില്ല, പക്ഷേ ഇപ്പം പോയോ എന്നുള്ളതായിരിക്കും അടുത്ത പേടി. അപ്പോഴെന്താ സംഭവിക്കുന്നത്? അവർ പിന്നെയും വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്ക് കർത്താവേ ക്ഷമിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ച്, ചുമ്മാ പറയുന്നത് അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർ പിന്നെയും അന്യഭാഷ പറയുകയാണെങ്കിൽ പിന്നെ ആ പാപം ചെയ്യാനും മടിയില്ല. അങ്ങനെ 3-4 പ്രാവശ്യം പാപം ചെയ്തേച്ച് വന്നിരുന്ന് അന്യഭാഷ പറയാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്നാ പാപം ചെയ്തേച്ചും ഇവിടെ വന്നിരുന്ന് അന്യഭാഷ പറയാൻ ആൾ. ഞാനിതൊക്കെ പറയുന്നത് ഇത് പ്രായോഗികമായി നടക്കുന്ന കാര്യമായതുകൊണ്ടാണ്. ഇതൊക്കെ നമ്മുടെ സഭകളിലെല്ലാം നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്യഭാഷകളിൽ സംസാരിക്കുക എന്ന് പറയുന്നത് വിശുദ്ധിയുടെ ഒരു അടയാളമല്ല. ഞാനിത് ഉദാഹരണമായിട്ട് പറയുന്നത് അന്യഭാഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൃപാവരങ്ങൾ എന്ന് പറയുന്നത്, അന്യഭാഷ എന്ന് മാത്രമല്ല ഏത് കൃപാവരങ്ങളും ഒരു സ്കൂൾ യൂണിഫോം നമ്മൾ കൊച്ചിന് കൊടുക്കുന്നത് പോലെയാണ്. ഒരു സ്കൂൾ യൂണിഫോം കൊച്ചിന് കൊടുക്കുന്നത് അതിന് പഠിച്ച് പാസ്സായതിനുള്ള, ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചതിനുള്ള ഒരു റിവാർഡായിട്ടല്ലല്ലോ നമ്മൾ പിള്ളേർക്ക് സ്കൂൾ യൂണിഫോം കൊടുക്കുന്നതാണ്. പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ, നീ കഴിഞ്ഞ വർഷം പഠിച്ച് പാസ്സായി നല്ല മാർക്ക് വാങ്ങിച്ചു, അതുകൊണ്ട് ഞാൻ ഈ വർഷം നിനക്ക് സ്കൂൾ യൂണിഫോം വാങ്ങിച്ചു തരാമെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. സ്കൂൾ യൂണിഫോം എന്ന് പറയുന്നത് പഠിക്കാനും, നന്നായിട്ട് പഠിക്കാനും, പഠിച്ച് സ്കൂളിൽ മുന്നേറാനും നിങ്ങളുടെ പഠിത്തത്തെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ് സ്കൂൾ യൂണിഫോം. ഇതുപോലെ വിശുദ്ധിയിൽ ജീവിച്ചതിനുള്ള ഒരു പ്രതിഫലമല്ല, വിശുദ്ധിയിൽ ജീവിക്കാൻ നിങ്ങളെ സഹായിക്കേണ്ടതിനാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് അയച്ചിരിക്കുന്നത്. അല്ലാതെ വിശുദ്ധിയിൽ ജീവിച്ചതിന് നിങ്ങൾക്കുള്ള പ്രതിഫലമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയതിന് കിട്ടിയതല്ല യൂണിഫോം. സ്കൂളിൽ പോകാനും പഠിക്കാനും നല്ല മാർക്ക് വാങ്ങിക്കാനും നിങ്ങളെ സഹായിക്കേണ്ടതിനാണ് നമ്മൾ ഒരു കുഞ്ഞിന് യൂണിഫോം കൊടുക്കുന്നത്. ഇതുപോലെ തന്നെയാണ് കൃപാവരങ്ങൾ നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്, ആത്മാവെന്ന ദാനത്തെ നമുക്ക് നൽകിയിരിക്കുന്നത് എന്തിനാണ്? നാം വിശുദ്ധിയിൽ മുന്നേറുവാനാണ്. കൃപാവരങ്ങൾ നൽകിയിരിക്കുന്നത് എന്തിനാണ്? സഭയെ വിശുദ്ധിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഇതിനകത്ത് മിസ്യൂസ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? പല സമയത്തും കൃപാവരങ്ങളെ ആളുകൾ മിസ്യൂസ് ചെയ്യുന്നു. മിസ്യൂസ് ചെയ്താൽ ഉടനെ തന്നെ ദൈവം ഈ കൃപാവരത്തെ തിരിച്ചെടുക്കുന്നില്ല. ഇതാണ് പലപ്പോഴും പറ്റുന്ന വലിയ ഒരു അപകടം. ഞാൻ അപകടമെന്ന് എൻ്റെ മാനുഷിക ബുദ്ധിയിൽ പറയുകയാണ്. പക്ഷേ ദൈവം അത് ചെയ്യുന്നില്ല. ദൈവം അത് ചെയ്യുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞാൽ ഞാനും അത് ചെയ്യത്തില്ല. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എൻ്റെ പിള്ളേരാരെങ്കിലും സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ട് സിനിമയ്ക്ക് പോയെന്ന് വെക്കുക. സ്കൂളിൽ വിട്ടതാ, പക്ഷേ സ്കൂളിൽ പോയില്ല. അതിന് പകരം സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ട് എവിടെ പോയി? സിനിമയ്ക്ക് പോയി. ഞാനത് അറിഞ്ഞു. തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഞാൻ ആദ്യം പറയുന്ന എന്തായിരിക്കും പറയുന്നത്? നീ സ്കൂളിൽ പോകാൻ കൊണ്ടുവന്ന യൂണിഫോം അതിട്ടുണ്ട് സിനിമയ്ക്ക് പോയി, ഇവിടെ കൊണ്ടുപോയി, എവിടെ ഇതിൻ്റെ യൂണിഫോം? ഇനി മേലെ ഞാൻ യൂണിഫോം തരത്തില്ല എന്ന് വല്ലതും പറയൂ? ഇല്ല. ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ കൊച്ചിൻ്റെ യൂണിഫോം നമ്മൾ തിരിച്ചു പിടിക്കുന്നൊന്നുമില്ല. ഇതുപോലെ ദൈവം താൻ നമുക്ക് നൽകിയതായ പരിശുദ്ധാത്മാവ് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഒരു ദിവസം മിസ്യൂസ് ചെയ്തതുകൊണ്ട് ഉടനെ തന്നെ അതിനെ തിരിച്ചെടുക്കുന്നില്ല. തിരിച്ചെടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, മക്കളോടുള്ള കരുണ കൊണ്ടും മക്കൾ തിരിച്ചു വരണമെന്നും മടങ്ങി വരണമെന്നും നന്നാകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്, അല്ലാതെ മക്കളുടെ പ്രവൃത്തിയെ അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടല്ല. പക്ഷേ ഇവിടുത്തെ പ്രവാചകന്മാർ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെച്ച് പിന്നെയും പ്രവചിക്കാൻ പറ്റി അവർ ചിന്തിക്കുന്നത് അവരുടെ പ്രവൃത്തിയെ ദൈവം അങ്ങ് അക്സെപ്റ്റ് ചെയ്തെന്നാണ്. ദൈവം അക്സെപ്റ്റ് ചെയ്തിട്ടില്ല.